തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇങ്ങനെ ഒരു അയലക്കറി വെച്ചിട്ടുണ്ടോ? രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്കൊരു 1/2 കിലോ അയില കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്, എന്ത് കറിയാണ് വെക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു തോന്നൽ, നമുക്കൊരു തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ എന്ന്. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കറികൾ ഉണ്ടാക്കാറ്. പിന്നെ തേങ്ങാപ്പാലിലാകുമ്പോൾ നമുക്ക് കൂടുതൽ കറി ഉണ്ടാവില്ലല്ലോ. ഇന്ന് പിന്നെ ഒറ്റൊരു നേരത്തേക്കുള്ള കറിയേ വേണ്ടൂ. ഇത് കുറേ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടണ്ടേ, നല്ല കുറുകിയിട്ടല്ലോ. ഇത് ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാറ്റിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ച്, ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഏത് കറിയായാലും നല്ല വെളിച്ചെണ്ണയിൽ വെക്കുന്നത് തന്നെ കറിക്ക് ടേസ്റ്റ് കൂടുതലേ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണൻ്റെ വില കൂടിയതുകൊണ്ട് എല്ലാവരും ഓയിലും ഒക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിയതാണ്. അങ്ങനെ നമ്മളെ ചട്ടിയെല്ലാം ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടാവും. അധികമായിപ്പോയാൽ പിന്നെ അതിൻ്റേതായ ഒരു കുത്തലുണ്ടാവുമല്ലോ. ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. മീൻ കറിക്ക് എന്തായാലും ചെറിയ ഉള്ളി തന്നെ വേണം, അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും കുഴപ്പമില്ല, എന്നാലും ചെറിയ ഉള്ളിൻ്റെ രുചി എന്തായാലും കിട്ടൂല. ആദ്യമേ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ ഉള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് നീളത്തിലിരുന്നത് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെയും വഴറ്റുന്നുണ്ട്. നിങ്ങളിങ്ങനെ കറി ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പച്ചമുളകും ഇട്ട് വീണ്ടും നന്നായി വഴറ്റിയ ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് നീളത്തിലിരുന്നത്. അത് നല്ലോണം വഴറ്റി എല്ലാറ്റിൻ്റെ പച്ചമണം ഒന്ന് നന്നായി മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണേ. പിന്നീട് നമുക്കതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. പൊടികൾ കൂടുതലൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി തീരെ ചേർക്കാൻ പാടില്ല ഈ കറിക്ക്, കാരണം നമ്മൾ ഫിഷ് മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് വാളപ്പുളിയല്ല, കുടംപുളിയാണ്. പുളി 10-15 മിനിറ്റ് മുമ്പേ നമ്മളൊരു കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ചേർത്തിട്ടില്ല, അത് കളഞ്ഞ് പുളി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി വീണ്ടും വഴറ്റി അപ്പോഴേക്കും നമ്മൾ തേങ്ങ ചിരണ്ടി മിക്സിയിൽ അരച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1-ാം പാൽ വേറെ 2-ാം പാൽ വേറെ മാറ്റി മാറ്റി വെക്കണം. ആദ്യത്തെ കട്ടിയുള്ള പാൽ വേറെ മാറ്റി വെക്കണേ. പിന്നെ ഒന്നും കൂടി തേങ്ങ അരച്ചാൽ ഒരു നല്ല കട്ടിയിൽ തന്നെ കിട്ടുമല്ലോ, അതും വേറെ മാറ്റി വെക്കണം. ഇതെല്ലാം നന്നായി വഴറ്റി നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ പൊടികൾ ചേർക്കാൻ പറ്റൂ. അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മതിയെ. ഫിഷ് മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരാൻ മാത്രം ചേർത്ത് കൊടുത്തതാണ് കാശ്മീരി ചില്ലി പൗഡർ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വറവോ പൊരിച്ചതോ ഒന്നും വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് പുളി അധികം പറ്റാത്തവരുണ്ടെങ്കിൽ കറി നന്നായി വെന്ത് കഴിഞ്ഞാൽ ആ പുളി എടുത്ത് മാറ്റിക്കോളും. പുളി പ്രശ്നമില്ലെങ്കിൽ അവിടെ തന്നെ കിടന്നോട്ടെ. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് നമ്മൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് നന്നായി വെന്ത് വരട്ടെ. പിന്നെ അതിലേക്ക് നമ്മൾ 2-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ആദ്യത്തെ പാൽ അവിടെ തന്നെ ഉണ്ട്. ഇത് അത്ര കട്ടിയൊന്നുമില്ല, എന്നാലും പേടിക്കുകയും ചെയ്യേണ്ട, നല്ല കുറുകിയിട്ട് തന്നെ വരും. ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ മസാലയും തേങ്ങാപ്പാലും എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെച്ച് തിള വരുന്നത് വരെ കാത്തിരിക്കണേ. തിള വന്നു കഴിഞ്ഞാലേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് കുറച്ച് ഫിഷ് മസാല കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയേ, കൂടുതലായി പോകണ്ട. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ എന്തായാലും കുറച്ചെങ്കിലും ഫിഷ് മസാല ചേർത്തേ പറ്റൂ, കാരണം അതിൻ്റെ മീനിൻ്റെ ഒരു പച്ച ചുവ എന്തായാലും മാറിക്കിട്ടും ഈ ഫിഷ് മസാല ചേർത്താൽ. സാധാരണ ഒരു തേങ്ങ അരച്ച് വെക്കുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെടാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഫിഷ് മസാല ഇടാണ്ട് വെച്ചിട്ടുമില്ല. ഇനി ഫിഷ് മസാല ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ
ഒന്ന് ഫിഷ് മസാലയെല്ലാം വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ മീൻ കറിയുടെ രുചി വേറെ തന്നെയായിരിക്കും. അങ്ങനെ മീനും ഫിഷ് മസാലയും എല്ലാം ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന ശേഷം പിന്നെ നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ല, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്നും പോരാ, ഇതിനേക്കാൾ നന്നായി കുറുകി വരും. ചിലർക്ക് നല്ലവണ്ണം കുറുകിയുള്ള കറിയായിരിക്കും ഇഷ്ടമുണ്ടാകുക. എനിക്കിഷ്ടം അധികം കുറുകാനും പാടില്ല, അധികം നേർത്തതാകാനും പാടില്ല, പാകത്തിനായിരിക്കണം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കട്ടി കൂടണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള മീൻകറി നല്ല കട്ടിയായിരിക്കും. ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പതുക്കെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. തിളച്ച് മറിയാതെ സൂക്ഷിക്കണേ, അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ മീൻ കറിയെല്ലാം നന്നായി തിള വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിള വരുമ്പം തന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല വാസനയായിരിക്കും മീൻ കറിക്ക്. പിന്നെ ആരും കാത്തിരിക്കുകയും ചെയ്യില്ല ചോറ് തിന്നാൻ. ഇത് ചൂടോടെ ചോറിലൊഴിച്ച് അതിലേക്കൊരു കാന്താരിയോ പച്ചമുളകോ ഉടച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ. വേറെ ഒരു ലെവൽ തന്നെ ആയിരിക്കും ഈ കറിക്ക്. പിന്നെ നമ്മളൊരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രുചി കൂടുതൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അയിലക്കറി തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.